സത്യത്തിൽ ഇതൊരു ആത്മഭാഷണമാണ് ഒരർത്ഥത്തിൽ. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതാണ്. അതിലുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ റഫീഖിനോടുള്ള ഒരു സംസാരം കൂടിയാണ്. അദ്ദേഹം എൻ്റെ സംസാരം കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ നിഷ്പക്ഷ നിലപാടുകളും നിഷ്പക്ഷതയും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. കാരണം അയാൾ പക്ക രാഷ്ട്രീയക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശ്വാസോച്ഛ്വാസം പോലും രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അയാൾ ലോകത്തെ നോക്കുന്ന കണ്ണുകളും അയാളുടെ ലാവണ്യബോധവും അയാളുടെ ദാർശനിക ബോധവും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സൈദ്ധാന്തികതയിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പം അയാളെ സംബന്ധിച്ചോളം നിഷ്പക്ഷത എന്നുള്ളൊരു സാധനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായി ഒരു സംഭവം. അപ്പം മമ്മൂട്ടി അവിടെ സന്ദർശിക്കുന്നു. അപ്പം സ്വാഭാവികമായും എൻ്റെ ഒരു ധാരണ പ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മേൽഘടകങ്ങൾ വയനാട് ജില്ലാ സെക്രട്ടറിക്ക് മമ്മൂട്ടി സന്ദർശിക്കുന്നു എന്ന ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെയൊക്കെ അടുത്തും അകലെ നിന്നും വീക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗസ്റ്റിനെ തൻ്റെ ജില്ലയിലെത്തുന്ന ഇടതുപക്ഷ സഹയാത്രികനെന്ന് പൊതുവെ വിശ്വസിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ വയനാടിൻ്റെ പുനരധിവാസ മേഖലയെ സന്ദർശിക്കാൻ സഹായിക്കുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്വവും കടമയുമായിട്ട് ആ ജില്ലാ സെക്രട്ടറി കരുതുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കെ റഫീഖ് മമ്മൂട്ടിയുടെ കൂടെ പോയത്. അതിന് മറ്റൊരു ഉദ്ദേശവുമില്ല. അതിനൊരു പൊളിറ്റിക്കൽ മെസ്സേജ് പോലും ആ അർത്ഥത്തിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പൊളിറ്റിക്കലായിട്ട്, കാരണം ഇതെല്ലാം ഓൾറെഡി ജനങ്ങൾക്ക് അറിയാം. ഇടതുപക്ഷ ഒരു രാഷ്ട്രീയ സമീപനമുള്ള ഒരു ഭരണകൂടം നിലവിലുള്ളത് കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസം സാധ്യമായതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. കേരളത്തിൽ ജീവിക്കുന്നവർ, അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണും കാറ്റും ജലവും ഒക്കെ സംസാരിക്കുന്ന രാഷ്ട്രീയം അത് കണ്ടു വളരുന്ന ആളുകൾ, അവർക്കതറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഔചിത്യമാണ്, ഒരു ആതിഥേയത്വമാണ് സത്യത്തിൽ കെ റഫീഖ് കാണിച്ചത്. മറിച്ച് മമ്മൂട്ടി കാണിക്കാൻ ശ്രമിച്ചത് എന്താണ്? താനൊരു സർക്കാർ പദ്ധതിയെ, നിഷ്പക്ഷനായ താനൊരു സർക്കാർ പദ്ധതിയെ വന്നു കാണുന്നു. ഇപ്പം ജനങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജ് ഇത്ര മാത്രമാണ്. ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ ഒരു സർക്കാർ പദ്ധതിയെ ഞാൻ വന്ന് കാണുന്നു, അല്ലെ ഞാനെന്ന VIP സെലിബ്രിറ്റി വന്നു കാണും. അതാണ് മമ്മൂട്ടി സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച മെസ്സേജ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ബോഡി ലാംഗ്വേജ് എന്നും അദ്ദേഹം മാറ്റി നിർത്താൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കി നമ്മൾ വായിക്കേണ്ടതാണ്. വിവേകമുള്ള സാമാന്യ യുക്തിബോധമൊക്കെ ഉള്ള ആൾക്കാർ വായിക്കേണ്ടത് അത്ര മാത്രമാണ്. അതിലപ്പുറത്തെ വായനയൊന്നും അതിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൽ മേലേന്ന് വരുന്നതും താഴേന്ന് വരുന്നതൊന്നും വ്യാഖ്യാനങ്ങൾ നമ്മളങ്ങനെ മുഖവിലക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലൊക്കെ സാമാന്യ മര്യാദ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കഴിയാതെ പോയത് തൻ്റെ കൂടെയുള്ള
CPM ജില്ലാ സെക്രട്ടറിയുടെ വലിപ്പം തിരിച്ചറിയുന്ന കാര്യമാണ്. അത് CPM ജില്ലാ സെക്രട്ടറി അല്ല, അതൊരു KPCC അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആയാലും ഞാനിതേ അഭിപ്രായം തന്നെയാണ് പറയുള്ളൂ. കാരണം ഒരു പൊതുപ്രവർത്തകൻ്റെ വലിപ്പം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൗഢ്യമാണ് സത്യത്തിൽ മമ്മൂട്ടിക്കുള്ളത് ബേസിക്കലി. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബഹുമാനക്കുറവാണ് അദ്ദേഹം കാണിച്ചത്. അതിനപ്പുറം ഒന്നുമല്ല. അത് നമ്മളെങ്ങനെ തലകീഴായി വ്യാഖ്യാനിച്ചാലും CPMകാർക്ക് നിങ്ങൾക്ക് അറിയില്ലേ മമ്മൂട്ടിയെ എന്നൊന്നും പറഞ്ഞാലൊന്നും അതൊന്നും വിലക്ക് പോകുന്ന ഒരു സംഭവമല്ല. അടിസ്ഥാനപരമായി നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ഓരോ വ്യക്തിയും ഉൾക്കൊള്ളേണ്ട സാമാന്യ ജനാധിപത്യ ബോധമാണ് തൊട്ടടുത്തവനെയും തന്നെ പോലെ കാണാനുള്ള കഴിവ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, പൊതുവെ പൊതുപ്രവർത്തകന്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ സ്വകാര്യ ജീവിതം ത്യജിക്കുന്ന ആൾക്കാരാണ്. ഏത് സമയവും സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉൾവലിയാനുള്ള ഒരു കാരണം ഈ സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. കാരണം തന്നെ നമുക്ക് ഏത് സമയവും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ പോലും നമ്മൾ മീറ്റിംഗ് കമ്മിറ്റി എന്നെല്ലാം പറഞ്ഞ് പോകാൻ കഴിയൂലായിട്ട് തന്നെയാണ്. അത് തന്നെയാണ് സ്വാർത്ഥ താല്പര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ സ്വാർത്ഥ താല്പര്യമൊക്കെ വെടിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് പൊതുപ്രവർത്തകൻ. അപ്പോൾ അയാളെ മാനിക്കാൻ ഏറ്റവും ചെറിയ എന്നെപ്പോലെ ഒരാൾക്ക്, ഇതിൽ നല്ല ഉൾവലിയുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ മാനിക്കുക എന്നുള്ളൊരു സാമാന്യ ബോധമാണ് നമ്മളൊക്കെ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏത് DCC ആയാലും CPM ആയാലും BJP ആയാലും പൊതുപ്രവർത്തകന്മാരോട് നമുക്ക് പൊതുവേ ഒരു ബഹുമാനമുണ്ട്. അപ്പം ആ ബഹുമാനമില്ലായ്മയാണ് ഇദ്ദേഹം കാണിച്ചതെന്നുള്ളത് തിരിച്ചറിയണം. ഇദ്ദേഹം എത്ര മഹാനായിട്ട് നമ്മൾ മഹാനായ ആൾ ചമച്ചാലും വ്യാഖ്യാനിച്ചാലും ഒന്നൊന്നും അയാൾ ചെയ്ത കാര്യത്തിന് അതിനുള്ള ന്യായീകരണമല്ല എന്തായാലും. ഇപ്പം എത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൂളയില്ലാത്ത വെറും മണ്ടന്മാരായി പോകില്ലേ.